എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ചെറുപയറും അരിയും കൂടി ഇട്ടിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കഞ്ഞിയുടെ റെസിപ്പി നോക്കാം. കഞ്ഞി എല്ലാവർക്കും തയ്യാറാക്കാൻ അറിയാവുന്നതാണ്. പക്ഷേ ഈ ഒരു കഞ്ഞി എൻ്റെ അമ്മമ്മ തയ്യാറാക്കുന്ന ഒരു സ്പെഷ്യൽ കഞ്ഞിയാണ്. അപ്പോൾ എൻ്റെ അമ്മമ്മ തിരുവനന്തപുരത്തുകാരിയാണ്. അപ്പോൾ തിരുവനന്തപുരം സ്റ്റൈലിലുള്ളൊരു അടിപൊളി കഞ്ഞിയും പയറും കൂടെ ഇട്ട് വെച്ചതാണ് നമ്മളിന്ന് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ എല്ലാവരും ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് വീട്ടിലൊക്കെ തന്നെ ഇരിപ്പാണ്. അപ്പോൾ ബാലൻസ്ഡ് ആയിട്ടുള്ള ഈ ഒരു കഞ്ഞി എല്ലാവരും തയ്യാറാക്കി നോക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു 2 ലിറ്ററിൻ്റെ പ്രഷർ കുക്കറിലേക്ക് ഒരു 1/2 കപ്പ് മട്ട അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മട്ട അരിയോ വെള്ള കളറിലുള്ള പുഴുക്കലരിയോ ഇത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് ചെറുപയർ നന്നായിട്ട് കഴുകിയതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത്, ഒരു 5-6 ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞതാണ്. ഇനി നമ്മളിതിലേക്ക് ഒരു വറ്റൽമുളക് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കഞ്ഞിയുടെ അളവിനനുസരിച്ചിട്ട് വറ്റൽമുളക് കൂട്ടോ കുറയ്ക്കോ ചെയ്യാവുന്നതാണ്. ഇനി ഇത് കൂടാതെ ഈ ഒരു കഞ്ഞി സ്പെഷ്യലാകാൻ വേണ്ടിയിട്ട് ഒരു 10-20 ഉലുവ, മുഴുവനുള്ള ഉലുവയാണ്, അത് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് അരി പയറുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 3-4 വിസിൽ വേണം ഈ ഒരു കഞ്ഞി നന്നായിട്ട് വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് 3-4 വിസിൽ അടുപ്പിക്കുക. അപ്പോൾ ഈ ഒരു അളവിൽ ഞാനിവിടെ ഒരു 3/4 ലിറ്റർ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1 ലിറ്റർ വെള്ളം വരെ നിങ്ങൾക്ക് ഈ ഒരു കഞ്ഞിയിലേക്ക് എടുക്കാവുന്നതാണ്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു കഞ്ഞി നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 3-4 വിസിൽ അടുപ്പിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ കൂടുതൽ അളവിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വലിയ കുക്കർ എടുക്കുക, അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ അളവ് കൂട്ടുകയും ചെയ്യുക. ഇപ്പോൾ നമ്മുടെ പ്രഷറൊക്കെ പോയി ഈ ഒരു കഞ്ഞി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. അതിന് മുൻപായിട്ട് നമ്മൾ ഈ വറ്റൽമുളക് കൂടുതൽ എരിവാണെന്ന് തോന്നുകയെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റി വെക്കാം. കൊച്ചുകുട്ടികൾക്കാണെങ്കിൽ അതൊന്ന് മാറ്റി വെച്ചിട്ട് ഇത് ഉടയ്ക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതൊരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഈ ഒരു കഞ്ഞി നമ്മൾ അവസാനം സെർവ് ചെയ്യുമ്പോൾ ഇതിലേക്ക് തേങ്ങ ചിരകിയത്, അതായത് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ഉണ്ടെങ്കിൽ അത്, അല്ലാന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ, ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നും ഒഴിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കഞ്ഞി കുടിക്കുന്നത്. അപ്പോൾ ഇത് കറിയൊന്നും വേണമെന്നില്ല, ഇങ്ങനെ തന്നെ ഈ ഒരു കഞ്ഞി കുടിച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കഞ്ഞി ഒരു പാത്രത്തിലേക്ക് വിളമ്പുകയാണ്. പയറും അരിയും എല്ലാം നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒന്നുകിൽ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ. അപ്പോൾ നമ്മളിവിടെ കുറച്ച് തേങ്ങാപ്പാലാണ് ഇതിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. കൊച്ചുകുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നതും അതുപോലെ തന്നെ നല്ല പോഷക ഗുണമുള്ളതുമായ ഒരു അടിപൊളി കഞ്ഞിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇതുണ്ടാക്കാൻ അറിയാം, പക്ഷെ ഉണ്ടാക്കാൻ അറിയാത്തവരും കാണും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കൂടിയാണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ നമ്മൾ ഷെയർ ചെയ്തത്. അപ്പോൾ നമ്മൾ ഇതുപോലെ കഞ്ഞിയൊക്കെ ഉണ്ടാക്കി മക്കൾക്ക് കൊടുക്കുക. അപ്പോൾ എല്ലാവരും വീട്ടിൽ സേഫായിട്ട് ആരോഗ്യത്തോടെ ഇരിക്കുക. പോഷക ഗുണമുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് ഒക്കെ ഫോളോ ചെയ്യുക. അതുപോലെ ഇമ്മ്യൂണിറ്റി കിട്ടുന്ന ഫുഡുകളും കഴിച്ച് എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുക. ആരും വിഷമിക്കൊന്നും വേണ്ട. ഈ ഒരു സമയം മാറിയിട്ട് നല്ല സമയം എത്രയും പെട്ടെന്ന് തിരിച്ചു തരാനായിട്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മൾ പുതിയൊരു സിമ്പിൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്